ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മണി പ്ലാന്റിൻ്റെ കെയറിങ്ങിനെ കുറിച്ചാണ്. അതേപോലെ മണി പ്ലാന്റ് നമ്മൾ വീട്ടിൽ നടുന്നത് കൊണ്ടുള്ള നമുക്കുള്ള ഗുണങ്ങളും അതേപോലെ എങ്ങനെ നമുക്കൊരു മണി പ്ലാന്റ് സെറ്റ് ചെയ്തെടുക്കാമെന്നുള്ളതൊക്കെയാണ് വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. മണി പ്ലാന്റുകൾ നമ്മൾ യഥേഷ്ടം നമ്മുടെ വീട്ടിലെ ഓരോ കോണുകളിൽ നമ്മൾ വെച്ച് കൊടുക്കാറുണ്ട്. മണി പ്ലാന്റുകൾ വയ്ക്കുമ്പോൾ നമ്മുടെ വീട്ടിനകത്ത് പോസിറ്റീവ് എനർജി തരുമെന്നാണ് നമ്മുടെ വിശ്വാസം. അത് ഒരു പരിധിവരെ ശരി തന്നെയാണ്. നമ്മുടെ മണി പ്ലാന്റുകൾ നമ്മൾ നടുന്ന സമയത്ത് വീട്ടിനകത്ത് നമ്മൾ വെക്കുകയാണെങ്കിൽ അത് വായു സഞ്ചാരം ഉറപ്പുവരുത്തുകയും ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ചെടി കൂടിയാണ് നമ്മുടെ ഈ മണി പ്ലാന്റ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ഈ മണി പ്ലാന്റുകൾ വെച്ച് കൊടുക്കുന്നത്. അതേപോലെ നല്ലൊരു അലങ്കാര ചെടി കൂടിയാണ്, കുറഞ്ഞ മെയിൻ്റനൻസ് മതി. മണി പ്ലാന്റുകളിൽ പല വെറൈറ്റികളുണ്ട്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മണി പ്ലാന്റിൻ്റെ സിൽവർ വെറൈറ്റി. ഇതിൻ്റെ ഇലകൾ കുറച്ചുകൂടി കട്ടിയാണ്, അതേപോലെ വളർച്ച കുറഞ്ഞ രീതിയിലായിരിക്കും വളർച്ച. നമ്മൾ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ സാധാരണ മണി പ്ലാന്റുകൾ പെട്ടെന്ന് തഴച്ച് വളർന്ന് അത് പടർന്ന് പിടിക്കുന്ന മണി പ്ലാന്റുകളാണ്. പക്ഷേ ഈ ഒരു മണി പ്ലാന്റ് ഇലകൾ സാവധാനം വളർന്ന് വരുന്ന ഒരു വെറൈറ്റിയാണ്. അപ്പോൾ കുറേ കാലം നമ്മൾ ഈ മണി പ്ലാന്റുകൾ ഇലകൾ ഒരു ഇല വളർന്നാൽ തന്നെ കുറച്ച് കാലം കിട്ടുകയും ചെയ്യും. അതേപോലെ മറ്റൊരു വെറൈറ്റിയാണ് ഈ മഞ്ജുള മണി പ്ലാന്റ്. നല്ലൊരു വെറൈറ്റി കൂടിയാണ്. അതിൻ്റെ ഇലകളുടെ ഷേപ്പിനനുസരിച്ചാണ് ഈ ചെടികൾക്ക് ഓരോ പേരുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പോസ്റ്റ് വെച്ച് കൊടുത്തിട്ട് നട്ടിട്ടുള്ള മണി പ്ലാന്റാണ്. നമ്മളിങ്ങനെ ഓരോ ചെടി പോസ്റ്റിലായിട്ടും അല്ലാതെ ആർച്ച് മോഡലിലും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇഷ്ടാനുസരണം ഈ മണി പ്ലാന്റുകൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അതേപോലെ വാട്ടർ പ്ലാന്റ് ആയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇത് നമ്മുടെ ഫിലോഡെൻഡ്രോൺ വെറൈറ്റിയിൽ പെടുന്ന ഒരു ചെടിയാണ്, മണി പ്ലാന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഒരു വെറൈറ്റി നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ ആർച്ച് മോഡലിൽ തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് സമയം എടുക്കും. നമ്മൾ നട്ട് കൊടുത്ത് ഏകദേശം ഒരു 3-4 മാസം വേണം നമ്മൾ ഈ ചെടി ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട്. നട്ട് കൊടുത്ത ഉടനെ തന്നെ ഈ ചെടിക്ക് നല്ല ഹെൽത്ത് ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ വളരെ രീതിയിൽ ഒന്ന് കെയർ ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് ഇലകളൊക്കെ ഉണങ്ങി പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇലകളൊക്കെ ഒന്ന് പറിച്ച് മാറ്റി കൊടുക്കുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇത് മണി പ്ലാന്റിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. ഇതും അതേപോലെ തന്നെ നമ്മൾ ഒരു സെറ്റ് പ്ലാന്റിൻ്റെ കൂടെ വെച്ച് കൊടുത്ത ചെടിയാണ്. ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളരുക എന്നുള്ളതാണ് നമ്മൾ ഏത് ചെടികൾ നടുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളത്. കുറച്ച് ഇലകളാണെങ്കിലും ആ ചെടികളിൽ കേടായ ഇലകളോ പഴുത്ത ഇലകളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ കെയർ ചെയ്ത് കൊടുക്കുക. അത്തരത്തിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചെടികൾ കാണാനൊരു ഭംഗി ഉണ്ടാകും. അതേപോലെ ചെടികൾ പെട്ടെന്ന് കേടായി പോകാനൊക്കെ സാധ്യതയുണ്ട്. വാട്ടർ പ്ലാന്റൊക്കെ ആണെങ്കിൽ ആ ചെടികൾ പഴുത്ത ഇലകളൊക്കെ വെള്ളത്തിൽ വീണ് അഴുകി ഒക്കെ നമ്മുടെ ചെടികളൊക്കെ നശിച്ചു പോകാനൊക്കെ സാധ്യതയുണ്ട്. ഈ ഒരു പ്ലാന്റ് നമ്മൾ വാട്ടർ പ്ലാന്റ് ആയിട്ട് ഒരു കോർണറിലായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ചെടിയാണ്. ഈ വെറൈറ്റിയുടെ പേര് നമ്മൾ എൻജോയ് പോത്തോസ് എന്നാണ്. ഇതിൻ്റെ കട്ടിങ്ങുകൾ നമ്മൾ ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് നിറച്ചു. അതിൽ നിറയെ വേരുകളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഓരോ കോർണറിലായിട്ട് വെച്ച് കൊടുത്ത ചെടിയാണ്. അതേപോലെ ഒരു മറ്റൊരു വെറൈറ്റി സാധാ കോമൺ ആയിട്ട് ഗോൾഡൻ മണി പ്ലാന്റ് വെറൈറ്റിയാണ്. ഇതിനും നിറയെ വേരുകളൊക്കെ വന്നിട്ടുണ്ട്. വാട്ടർ പ്ലാന്റ് ആയിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ 2-3 ആഴ്ച കൂടുമ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കും. നല്ലൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഇതേപോലെ ഗ്ലാസ് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു രീതി നമ്മുടെ മണി പ്ലാന്റുകൾ സെറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ വാട്ടർ പ്ലാന്റ് ആയിട്ട് വെക്കുക എന്നുള്ളത്. അപ്പോൾ വാട്ടർ പ്ലാന്റ് ആയിട്ട് വെക്കുന്ന സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കുക. അത് ഇടയ്ക്കൊന്ന് വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. അതേപോലെ ഇടയ്ക്ക് ചെറിയൊരു വെളിച്ചം കിട്ടുന്ന ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുകയൊക്കെ ചെയ്യുന്നത് അവിടെ ചെടി കൂടുതൽ ഭംഗി നൽകാൻ സഹായിക്കും. അതുപോലെ തന്നെ വേറെ രീതിയാണ് നമ്മുടെ ഈ പോസ്റ്റ് വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത്. ഗോൾഡൻ പോത്തോസ് എന്ന വെറൈറ്റിയാണ്. ഇത് നമ്മൾ പോസ്റ്റിൽ ഒരു പോട്ടിൽ നട്ട് കൊടുത്താണ്, മണ്ണ് ഇട്ട് നമ്മൾ നട്ട് കൊടുത്ത പ്ലാന്റാണ്. അതേപോലെ ബ്രസീലിയൻ ഫിലോഡെൻഡ്രോൺ നമ്മൾ നട്ട് കൊടുത്തു തന്നെയാണ്. ഇതൊക്കെ നമ്മൾ ഇൻഡോറായിട്ട് വെച്ച് കൊടുത്ത ചെടിയാണ്. ഇൻഡോറായിട്ട് വെക്കുകയാണെങ്കിലും ചെടികൾ നല്ല ഭംഗിയായിരിക്കും, ഹെൽത്തി ആയിട്ട് നിൽക്കുകയും ചെയ്യും. മണി പ്ലാന്റുകളുടെ പ്രത്യേകത അത് തന്നെയാണ്. പിന്നെ നമ്മൾ ഇൻഡോറായിട്ട് വെച്ച് കൊടുക്കുന്ന ഒരു ബെസ്റ്റ് പ്ലാന്റാണ് നമ്മുടെ സ്നേക്ക് പ്ലാന്റുകൾ. സ്നേക്ക് പ്ലാന്റ് വെറൈറ്റികൾ നമ്മൾ ഇതേപോലെ ഇൻഡോറായിട്ട് തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ നമ്മുടെ വീഡിയോകൾ നമുക്ക് ഉപകാരപ്രദമായാൽ ഷെയർ ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.